നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാണിമൂലയിലെ സുന്നി സംഘടനം പരിക്കേറ്റവർ സുഖം പ്രാപിക്കുന്നു. 8 പേർക്കെതിരെ കേസ്. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ലഹരിയിലേക്ക്. പ്രചാരണങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. BJPയും LDFും ഒരുങ്ങി. NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാട് തിരുത്തണമെന്ന് ആവശ്യം. ക്ഷേമനിധി ബോർഡിൽ നിന്നും പണം ട്രഷറിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യം. സംഘശക്തി വിളിച്ചോതി നടന്ന പ്രകടനത്തോടെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMS ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വല സമാപനം. സർവ്വദേശീയ മഹിളാ ദിനം. നാടെങ്ങും വിവിധ പരിപാടികൾ. സംഘകൃഷിയുടെ കരുത്തിൽ നെൽകൃഷി ഇറക്കിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് വിളവെടുപ്പിൽ നൂറുമേനി. വിഷുസദ്യയ്ക്ക് പുത്തൻ നെല്ല് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ വീട്ടമ്മമാർ. വാർത്തകൾ വിശദമായി. മാണിമൂല പള്ളിയിൽ സുന്നി പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെ ബേഡകം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഘടനമുണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുത്തുബ പ്രഭാഷണത്തിനിടെയാണ് പള്ളിക്കകത്ത് ഇരിക്കുകയായിരുന്ന ഒരു വിഭാഗം ആക്രമണം അഴിച്ചുവിട്ടത്. AP വിഭാഗം പ്രവർത്തകരായ 5 അംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് EK വിഭാഗക്കാർ പറയുന്നത്. എന്നാൽ ജുമാ കുത്തുബയ്ക്കിടെ EK വിഭാഗത്തിൽപ്പെട്ട 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് AP വിഭാഗവും പറയുന്നു. ഇരു വിഭാഗങ്ങൾ അവകാശ തർക്കം ഉന്നയിച്ചതിനെ തുടർന്ന് മാണിമൂല കിലർ ജുമാ മസ്ജിദിൽ ചില മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു വെള്ളിയാഴ്ച EK വിഭാഗവും അടുത്ത വെള്ളിയാഴ്ച AP വിഭാഗവും ജുമാക്ക് നേതൃത്വം നൽകാൻ ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം ജുമാക്ക് നേതൃത്വം നൽകാനുള്ള അവസരം ഇതിൽ ഒരു വിഭാഗത്തിനായിരുന്നു. ഇതിനിടെയാണ് പള്ളിയിൽ കയറി ആക്രമണം നടത്തിയതെന്ന് മറുവിഭാഗം ആരോപിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് EK വിഭാഗം പ്രവർത്തകരും SYS കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ മാണിമൂലയിലെ അബ്ദുൽ ഖാദറാജിക്കാണ് തലക്ക് വെട്ടേറ്റത്. ഇയാളെ നുള്ളിപ്പാടിയിലെ സ്വകാര്യ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. AP വിഭാഗം പ്രവർത്തകരായ മാണിമൂലയിലെ M ഹമീദ്, ജാഫർ, PM ഹമീദ്, നൌഫൽ എന്നിവരെ 4 മൈലിലെ ആസ്പത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെ ബേഡകം പോലീസ് കേസെടുത്തു. അബ്ദുൽ ഖാദറാജിയുടെ പരാതിയിൽ നൌഫൽ, അമീദ്, ഉമ്മർ, ജാഫർ, അബ്ദുള്ള എന്നിവർക്കെതിരെയും ഹമീദിന്റെ പരാതിയിൽ അബ്ദുൽ ഖാദറാജ്, അയ്യൂബ്, സിദ്ദീഖ് എന്നിവർക്കെതിരെയുമാണ് കേസെടുത്തത്. വാക്കും വർത്തമാനവും തെരഞ്ഞെടുപ്പ് മാത്രമാകുന്നു. പ്രഖ്യാപനം വന്നതോടെ പ്രചാരണങ്ങൾക്ക് ചൂടുപിടിച്ചു. തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചതോടെ കാസർഗോഡ് നഗരത്തിന്റെ ഓരോ വാക്കിലും വർത്തമാനത്തിലും തെരഞ്ഞെടുപ്പ് മാത്രം നിറഞ്ഞു കഴിഞ്ഞു. TP ചന്ദ്രശേഖരൻ വധം മുതൽ കാസർഗോട്ടെ അടക്കാ പ്രശ്നം വരെയും അഴിമതി മുതൽ വിലക്കയറ്റം വരെയും ചർച്ചകളിൽ നിറയുന്നു. അടക്ക നിരോധിക്കാനുള്ള നീക്കം, കല്ലാരിപ്പാറ ഖനനം, കേന്ദ്ര സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ ജില്ലയ്ക്ക് പുറത്തു പോകുന്നത്, പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള നടപടികൾ, ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ഭൂമി അന്യജില്ലക്കാർക്ക് കൊടുക്കാനുള്ള നീക്കം, CPMലെ ബേഡകം പ്രശ്നം എന്നിങ്ങനെ പോകുന്നു ചർച്ചാ വിഷയങ്ങൾ. ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി എൻഡോസൽഫാൻ സമരനേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണനാണെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിഷയമാകുന്ന എൻഡോസൽഫാൻ ഇത്തവണ പുതിയൊരു തലം കൈവരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എൻഡോസൽഫാൻ ഉയർത്തിക്കാണിച്ചായിരുന്നു CPM തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുക എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ മത്സരഗോതയിലിറങ്ങുന്നതോടെ ആ വിഷയത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് പിന്തിരിയേണ്ടി വരും. അടക്ക ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയോട് അടക്കയെ ഹാനികരമായ വസ്തു വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഭക്ഷണ സാധനങ്ങളിൽ ചേരുവയാക്കുന്നത് തടയണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളിൽ പുകയിലയും നിക്കോട്ടിനും ചേരുവകളാക്കുന്നത് നിയന്ത്രിക്കാൻ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അടക്ക നിരോധിക്കുമെന്ന് കരുതുന്നത്. അടക്ക നിരോധിക്കില്ലെന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട്. എന്നാൽ അടക്കയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കാസർഗോഡ് ജില്ലയിലെ ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ അടക്ക നിരോധിക്കാനുള്ള കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പിൽ വലിയ ചലനം സൃഷ്ടിക്കും. ഇത് കോൺഗ്രസിന് തന്നെയായിരിക്കും കൂടുതലും തിരിച്ചടിയാവുക. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് തള്ളുന്നുമില്ല. ജില്ലയിൽ 1.5 ലക്ഷം കുടുംബങ്ങളാണ് കവുങ്ങൃഷിയെ നേരിട്ടും അല്ലാതെയും ആശ്രയിച്ച് ജീവിക്കുന്നത്. ഇവരുടെ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെയാണ് BJPയും കോൺഗ്രസും അടക്ക നിരോധനത്തെ ഏറെ പേടിക്കുന്നതും. കടലാടിപ്പാറയിൽ സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി നൽകിയ CPM നേതാവ് എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്ന 2007 VS അച്യുതാനന്ദൻ്റെ ഇടപെടൽ മൂലം നടപടികൾ അന്ന് നിർത്തിവെക്കുകയായിരുന്നു. പ്രശ്നം വീണ്ടും പുകയുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM പേടിക്കുന്നതും ഈ ഘടകത്തെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാവുമ്പോഴും BJP ക്യാമ്പിലും ആശങ്കകളുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ ഏറെ പ്രതീക്ഷയോടെ മത്സരിക്കുമ്പോഴും കന്നഡ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ എന്ന ഭയം അവരുടെ മുഖത്തുണ്ട്. ജില്ലയിലെ പ്രമുഖ നേതാവ് M നാരായണ ഭട്ട് റിബലായി മത്സരിക്കുമെന്ന ഭീഷണിയാണ് അവരെ ഏറെ ആശങ്കയിലാക്കുന്നത്. എന്തു തന്നെയായാലും ഏറെ പ്രതീക്ഷയോടെയാണ്
എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലിറങ്ങിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും BJPയും LDFും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെയും BJPയുടെയും ചുമരെഴുത്തുകൾ സജീവമാവുകയാണ്. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പ്രചാരണം ശക്തിപ്പെടുത്താനും അവർ തയ്യാറെടുക്കുന്നുണ്ട്. പതിവിന് വിപരീതമായി ഏറെ ആവേശത്തിലായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO യൂണിയൻ 30ാമത് ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം. 2 ദിവസങ്ങളിലായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സുഹൃത്ത് സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ബാങ്കിന് രക്ഷപ്പെട്ടില്ലല്ലോ. ബാങ്ക് വായ്പ പിടിക്കുന്നതിന് വേണ്ടി ബാങ്ക് വീടുകൾ ലേലത്തിൽ വെച്ചപ്പോൾ ആ വീടെടുക്കാൻ അമേരിക്കയിൽ ആളില്ലാതെ വന്നു. അപ്പൊ സ്വാഭാവികമായും ലേമൻ പ്രദേശത്ത് പറഞ്ഞ ബാങ്ക് പൊട്ടി. ആ ബാങ്കിനെ നിക്ഷേപിച്ചിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി വന്നു. ലോക രാജ്യങ്ങൾക്കെല്ലാം കുഴപ്പം വന്നു. ആ കുഴപ്പത്തിന്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തും ലോകത്തും വിവിധ സർവീസ് സംഘടനാ നേതാക്കളായ K രാഘവൻ, K സതീശൻ, ജോളി ജോസഫ്, K ഗംഗാധരൻ, KP ഗംഗാധരൻ, KV ജയപാലൻ, M ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡിൽ നിന്നും പണം ട്രഷറിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMS ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനം മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി AP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അസംഘടിത വിഭാഗത്തിലെ തൊഴിലാളികളിൽ നിന്നും ക്ഷേമ പദ്ധതിയിലൂടെ സ്വരൂപിച്ച പണം ട്രഷറിയിലേക്ക് മാറ്റുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് AP കൃഷ്ണൻ ആവശ്യപ്പെട്ടു. മോട്ടോർ മേഖല എന്ന് പറയുന്ന സമയത്ത് വളരെ സങ്കീർണമായ ഒരു തൊഴിൽ മേഖലയാണ്. നിരവധി തൊഴിലാളികൾ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷകളില്, ടാക്സികളില്, ടെമ്പോകളില്, ചെറുകിട വാഹനങ്ങളില്, അതുപോലെ തന്നെ ചരക്കുമായി ബന്ധപ്പെട്ട വാഹനങ്ങളില്, അതുപോലെ തന്നെ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ് മേഖലയില് A കേശവ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് P മുരളീധരൻ, T കൃഷ്ണൻ, ജയപ്രകാശ്, KV ബാബു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ സംഘടനയുടെ സംഘശക്തി വിളിച്ചോതി പ്രകടനവും നടന്നു. BMS നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMSന്റെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി A കേശവയെയും വൈസ് പ്രസിഡന്റുമാരായി സത്യനാഥ്, A വിശ്വനാഥൻ, SK ഉമേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. KV ബാബുവാണ് പുതിയ ജനറൽ സെക്രട്ടറി. രാധാകൃഷ്ണൻ, സിനോജ്, രാജേഷ് നായിക്കാപ്പ് എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. വിശ്വനാഥ ഷെട്ടിയാണ് പുതിയ ട്രഷറർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാർവദേശീയ മഹിളാ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രകടനവും സെമിനാറും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സെമിനാർ CPI സംസ്ഥാന കൗൺസിൽ അംഗം A പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ചരിത്ര സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന ലോകമായിരുന്നില്ല ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ലോകം. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉപയോഗിക്കും. നൂറ്റാണ്ടിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് അപ്പോൾ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ലിജു അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V ഭാർഗവി, E മാലതി, യമുന രാഘവൻ, M ലക്ഷ്മി, സാവിത്രി കണ്ണൂത്ത്, നിർമ്മല, പുഷ്പ പനക്കുളം തുടങ്ങിയവർ സംസാരിച്ചു.
സർവ്വദേശീയ മഹിളാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച റാലിയിൽ സംഘടനയുടെ കരുത്ത് തെളിയിച്ച് നിരവധി വനിതകൾ അണിനിരന്നു. സർവ്വദേശീയ മഹിളാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചത്. വിലക്കയറ്റം തടയുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, വനിതാ സംവരണ ബിൽ പാസാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് റാലി സംഘടിപ്പിച്ചത്. അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗം തന്നെയാണ്. കുടുംബശ്രീ അതിന്റെ ഒരു പ്രധാനപ്പെട്ട നെടുന്തൂണായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളെ സാമൂഹ്യമായും സാമ്പത്തികമായും ശാക്തീകരിക്കുന്ന ഒരു പരിധിവരെ നമ്മുടെ ഒരുപാട് സംഘടനകൾക്ക് മഹിളാ അസോസിയേഷൻ സംഘടനകൾ വളരെ ശക്തമായി നമ്മുടെ ശരിക്കും ഏറ്റവും ആദ്യഘട്ടം മുതൽ മഹിളാ സർവ്വദേശീയ വനിതാ ദിനം ആഘോഷിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശ പോരാട്ടങ്ങൾ ശക്തമായി നേരിടുന്ന ഒരു സംഘടനയാണ് നമ്മുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കാഞ്ഞങ്ങാട് നടന്ന അവകാശ പ്രഖ്യാപന റാലി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുനു ഗംഗാധരൻ അധ്യക്ഷയായി. പി ബി പ്രസന്ന, വി വി പ്രസന്നകുമാരി, കെ വി ലക്ഷ്മി, പി നാരായണി, കെ രോഹിണി, പി പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. സംഘകൃഷിയുടെ കരുത്തിൽ നെൽകൃഷി ഇറക്കിയ അജാനൂരിലെ ആലിങ്കാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് വിളവെടുപ്പിൽ നൂറുമേനി. വിഷുസദ്യയ്ക്ക് പുത്തൻ നെല്ല് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വീട്ടമ്മമാർ. കാർഷിക മേഖലയിലെ പാരമ്പര്യ അറിവുകളും സംഘബോധവും ഒത്തുചേർന്നപ്പോൾ അജാനൂരിലെ ആലിങ്കൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ നൂറുമേനിയുടെ വിളവ്. വർഷങ്ങളായി കൃഷിയെടുത്ത് ശീലമുള്ള ആലിങ്കാലിലെ കുടുംബശ്രീ പ്രവർത്തകർ കൂട്ടായ കൃഷിക്കു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ആലിങ്കാൽ കുടുംബശ്രീ പ്രവർത്തകരെ സഹായിക്കാൻ ആദ്യകാല കർഷകൻ പണ്ടാരത്തിൽ അമ്പുനായർ രംഗത്തുവന്നു. കൃഷിയിറക്കാൻ സ്ഥലവും മാർഗനിർദ്ദേശങ്ങളുമായി അമ്പുനായർ സജീവമായി മുന്നോട്ട് വന്നതോടെ കുടുംബശ്രീ പ്രവർത്തകർക്കും ആവേശമായി. 1.5 ഏക്കർ വയലിൽ നാടൻ വിത്തിനമായ വടക്കൻ കയമയാണ് വിതച്ചത്. ചിട്ടയായ പരിചരണവും അധ്വാനവുമായി രംഗത്തിറങ്ങിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് മെച്ചപ്പെട്ട വിളവാണ് ലഭിച്ചത്. ആലിങ്കാൽ കുടുംബശ്രീ ഇന്നാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ 1 ഏക്കർ 48 സെൻറ്റ് സ്ഥലവും പിന്നെ പണ്ടാരത്തിൽ അമ്പുനായർ കുഞ്ഞുമ്പുനായർ സ്ഥലമാണിത്. അത് ഞങ്ങൾ 4 കൊല്ലമായി തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിലൊരു ചെറിയ ശതമാനം ഓർ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ചെറിയൊരു കഞ്ഞിരി വക അവർക്ക് കൊടുക്കുന്നു. പിന്നെ വെള്ളം തീരെ ഇല്ല. വെള്ളം നമ്മൾ തോട്ടിൽ നിന്നെല്ലാം വലിച്ചിട്ടും പിന്നെ മോട്ടർ അടിച്ചിട്ടെല്ലാം കുറേ അധ്വാനമുണ്ട്. കുറേ പൈസ ചിലവാക്കുകയും ചെയ്ത് ഞങ്ങൾ. എന്നാലും നമ്മൾ അതൊരു കൃഷി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 250 പറ നെല്ല് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. കമലാക്ഷി ആലിങ്കാൽ, ജാനു, കുഞ്ഞിപ്പെണ്ണ്, ലക്ഷ്മി, ശ്രീദേവി കിഴക്കേ വെള്ളിക്കോത്ത്, മുത്താണി കിഴക്കേ വെള്ളിക്കോത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. കാസർഗോഡ് ബീരന്തുബയൽ ബീർനാൾവ ദേവസ്ഥാനം 24ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സത്യനാരായണ പൂജയിൽ നിരവധി പേർ പങ്കെടുത്തു. രാത്രി യക്ഷഗാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ ഡോക്ടർ കെ വി തിരുമലേഷിനെ കന്നഡ ഭവന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. നുള്ളിപ്പാടിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ SP ഭട്ട് തിരുമലേഷിന് പൊന്നാട അണിയിച്ചു. സന്ധ്യാറാണി ഉപഹാരം സമ്മാനിച്ചു. വാമൻകുമാർ ബേക്കൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ചിന്ന മലാർ, ജയറാം റൈ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. മധൂർ ചൂരിയിൽ കൊടിത്തോരണങ്ങൾ കെട്ടുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് ഗ്രാനേഡ് പ്രയോഗിച്ചു. അതിനിടെ സമീപത്തെ 2 വീടുകളിൽ പോലീസ് അതിക്രമം കാണിച്ചതായും ആരോപണമുണ്ട്. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലും പെട്ട 100ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അബ്ബാസ് മുതലപ്പാറയെ തിരഞ്ഞെടുത്തു. നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 6 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അബ്ബാസ് മുതലപ്പാറ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. കുമ്പള സ്വദേശി തീവണ്ടി തട്ടി മരിച്ചു.
ചേടികുമയിലെ സീതാറാം ഭട്ടാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ മൊഗ്രാൽ പുത്തൂർ കടവത്ത് പുഴയോരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ജയലക്ഷ്മിയാണ് ഭാര്യ. ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന BD കോൺട്രാക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. മഞ്ചേശ്വരം അട്ടഗോളിയിലെ വാമന ബങ്കേരയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. അട്ടഗോളിയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പ്രേമലതയാണ് ഭാര്യ. കാഞ്ഞങ്ങാട് കെ മാധവൻ ഫൗണ്ടേഷന്റെയും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സംവാദം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സംവാദത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ വിഷയം അവതരിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയം വഴിത്തിരിവെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം രൂപപ്പെടുത്തിയ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ പുതിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതു തിരഞ്ഞെടുപ്പും മതേതര ജനാധിപത്യ ഇന്ത്യയും എന്ന വിഷയത്തിൽ രാഷ്ട്രീയ സംവാദം സംഘടിപ്പിച്ചത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കെ മാധവൻ ഫൗണ്ടേഷൻ തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ സഹകരണത്തോടെയാണ് രാഷ്ട്രീയ സംവാദം സംഘടിപ്പിച്ചത്. At the same time, we have a constitution which becomes a contesting ground. Because while the constitution talks about certain fundamental duties, among which secularism is an important fundamental duty, the need to spread scientific awareness is an important fundamental duty. The Constitution also speaks about certain fundamental rights. And as we know in Article 25 of the Constitution, speaks about the right to profess, propagate, preach and propagate religion, any religion. സംവാദത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ വിഷയം അവതരിപ്പിച്ചു. എഴുത്തുകാരൻ സക്കറിയ, രാഷ്ട്രീയ നേതാക്കളായ ഡോക്ടർ തോമസ് ഐസക്, ബിനോയ് വിശ്വം, കെ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംവാദത്തിൽ പങ്കെടുത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായ രാഷ്ട്രീയ സംവാദത്തിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാണിമൂലയിലെ സുന്നി സംഘടന പരിക്കേറ്റവർ സുഖം പ്രാപിക്കുന്നു. 8 പേർക്കെതിരെ കേസ്. നാടും നഗരവും തിരഞ്ഞെടുപ്പ് ലഹരിയിലേക്ക്. പ്രചാരണങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. BJPയും LDFും ഒരുങ്ങി. NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാട് തിരുത്തണമെന്ന് ആവശ്യം. ക്ഷേമനിധി ബോർഡിൽ നിന്നും പണം ട്രഷറിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യം. സംഘശക്തി വിളിച്ചോതി നടന്ന പ്രകടനത്തോടെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMS ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വല സമാപനം. സർവ്വദേശീയ മഹിളാ ദിനം. നാടെങ്ങും വിവിധ പരിപാടികൾ. സംഘകൃഷിയുടെ കരുത്തിൽ നെൽകൃഷി ഇറക്കിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് വിളവെടുപ്പിൽ 100 മേനി. വിഷുസദ്യയ്ക്ക് പുത്തൻ നെല്ല് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ വീട്ടമ്മമാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.